അകത്ത് പോ. എടാ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാതെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദയവേത് വീട്ടിലേക്ക് വാ അമ്മേ. അമ്മയ്ക്ക് ഇവിടെ ശരിയാവില്ല. നമ്മളെ ആരും വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ ഇട്ടിട്ട് പോയത്. എന്നിട്ട് അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലുവാണോ? അമ്മയ്ക്ക് ഇത് നാണക്കേടായിട്ട് തോന്നിയില്ലേ? എടാ വെറുതെ വായ തോന്നിയത് വിളിച്ചു പറയണ്ട. എന്തൊക്കെ പറഞ്ഞാൽ അവളെന്റെ മോളാ. പെറ്റ മോൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ അത് നമുക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റും. അതുപോലല്ല വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്ന ഒരു മരുമോള് പറയുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഭാര്യ കുറെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നീ എന്തിനാടി ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവളോടൊരു വാക്ക് പറഞ്ഞായിരുന്നോ? എന്നിട്ട് എന്റെ ബക്കറ്റ് കയറാൻ വന്നിരിക്കുന്നു. എന്നിട്ട് അവളെയും കുട്ടി ബെഡ്റൂമിൽ പോയി അവളുടെ കാല് പിടിച്ച് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. നാണല്ലേടാ നിനക്ക്? അമ്മേ, അമ്മയ്ക്ക് എന്തറിയാം വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട്? ഞാൻ അവള് പറയുന്ന കേട്ടാ ജീവിക്കുന്നേന്ന്. അമ്മ അവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് പോകുന്നില്ലേ? അതിനുശേഷം അവിടെ എന്താ നടന്നെന്ന് നമുക്ക് അറിയാവോ? അമ്മ ഇറങ്ങിപ്പോയതിനു ശേഷം കൊടുത്ത് ഞാൻ അവക്കിട്ട് 2 എണ്ണം. അടി കിട്ടിയപ്പോഴേക്കും അവള് തല ചുറ്റി താഴെ വീണു. എന്ത് ധൈര്യത്തിലാണ് നീ അമ്മയോട് അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും കൊടുത്ത് ഞാൻ. എനിക്ക് തോന്നുന്നതേ എന്റെ അടി കിട്ടിയ വേദനയിൽ അവൾ എഴുന്നേക്കഴിഞ്ഞിട്ട് 2 ദിവസമെങ്കിലും കഴിയുമെന്നാ. അത്രയ്ക്ക് ശക്തിയായിട്ട് ഞാൻ കൊടുത്തത്. പക്ഷെ അമ്മയാണെങ്കിലോ വിജി വിജി എന്ന് പറഞ്ഞ് ഇവളുടെ പുറകെയല്ലേ പോകുന്നത്. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നതേ? ആര്? നീ അവളെ അടിച്ചൂന്ന് അത് ഞാൻ വിശ്വസിക്കണമെന്നല്ലേ? അതെ അമ്മേ, അമ്മയുടെ മുമ്പിൽ വെച്ച് അവളുടെ ദേഹത്ത് ഇതുവരെ ഞാൻ തൊട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നലെ എന്താണെന്ന് അറിയില്ല, അമ്മയോടുള്ള എന്റെ സ്നേഹമാണെന്നാ എനിക്ക് തോന്നിയത്. അമ്മയോട് അത്രയ്ക്ക് അവള് സംസാരിച്ചില്ലേ, എനിക്കത് കേട്ടപ്പോ സഹിച്ചില്ല. അതുകൊണ്ടാ കൊടുത്തത് ഞാനൊന്ന്. കൊടുത്തു. നിന്നെ എനിക്ക് അറിയാത്തവനല്ലല്ലോ. നീ അവളുടെ വാലെ തൂങ്ങി നടക്കുന്നത് ഇത്ര നാളായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ? അമ്മേ, സത്യാമ്മ ഞാൻ പറയുന്നത് എന്നെ ഒന്ന് വിശ്വസിക്കേ. എടാ കള്ള സത്യം ഇങ്ങനെ പറയാതെ നിനക്ക് ചോറ് പോലും കിട്ടില്ല. ഇപ്പൊ തന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് അറിയാടാ. തീയതി 5 ആയില്ലേ? അമ്മയുടെ പെൻഷൻ കാശ് വന്നിട്ടുണ്ടാവും. അതീന്ന് കുറച്ച് ഇസ്കിക്കൊണ്ട് പോവാനല്ലേ വന്നത് നീ? കൊള്ളാലോ, എന്റെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് അമ്മ കണ്ടുപിടിച്ചല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്തിനാടാ തുറച്ചു നോക്കുന്നേ? നീ അതിന് തന്നെയല്ലേ വന്നത്? വാ തുറന്ന് അങ്ങോട്ട് പറയടാ. അമ്മേ, എന്താ അമ്മേ? അമ്മ നീ ഇത്രക്ക് ചീപ്പായിട്ടാണ് കണ്ടേ? അമ്മയോട് അത്രക്ക് സ്നേഹമില്ലാത്തവനാണോ ഞാൻ? പൈസ ആവശ്യം തന്നെയാ, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അതിനുവേണ്ടി പണം മാത്രം മതി അമ്മ വേണ്ടെന്ന് ഞാൻ വിചാരിക്കുവോ? എടാ അമ്മേ, അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മേ ഞാൻ അവളെ അത്രയും അടിയഴിച്ചത്. സാർ, എപ്പോഴാ സാർ എന്നെ അടിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് തന്നെയായിരിക്കും കെട്ടിയെടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ അമ്മ ഇറങ്ങി പോയെങ്കിൽ പൊയ്ക്കോട്ടെ, തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇവിടെ വന്ന് നിന്ന് എന്നെ അടിച്ചു ഒതുക്കിന്നൊക്കെ കള്ളം പറഞ്ഞ് സ്റ്റാർ ആവുക നിങ്ങള്? ഏയ്, അങ്ങനെയൊന്നുമില്ലല്ലോ ആവണ്ടി. ഞാൻ വെറുതെ അമ്മയോട്. മിണ്ടാതിരിക്കും നിങ്ങള്. ഇവര് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലേ, പിന്നെ എന്തിനാ ഇവര് തിരിച്ചു വിളിക്കുന്നേ? ഇവർക്ക് ഇവരുടെ മകളാണ് വലുതെങ്കിൽ ആ ഓടിപ്പോയവളുടെ കൂടെ തന്നെ അങ്ങ് നിന്നോട്ടെ. ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. അത് നമുക്ക് തന്നെ നാണക്കേട്. വാ പോവാം. അയ്യോ ലാവണ്യ, ഒന്ന് ക്ഷമിക്കേ. അമ്മയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. ഇനി നമുക്ക് എന്തിനാ ഇവരെ? കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി ഇവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ?
നിങ്ങൾ ഇവരെ വിളിച്ചോണ്ട് വന്നിട്ട് അന്തസ്സായിട്ട് താമസിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ കൊണ്ട് താമസിപ്പിക്കാനാ? അത് നടക്കും നിങ്ങൾ കരുതണ്ട. ഇനി എന്തിനാ നിക്കുന്നേ? അയ്യോ, ഞാനൊന്ന് പറയുന്നത് കേൾക്കില്ലാവണി. ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചു. നാണം കെട്ട് കെഞ്ചോട്ട് നിൽക്കുന്ന പെൺകൂതൻ. എന്താ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയവളെന്ന് റോഡിൽ വന്നതെന്ന് പറയുന്നത്? മേലാൽ ഒരു വാക്ക് എന്നെ കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞോ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് നിങ്ങൾ സംസാരിച്ചാ ഞാനും പറയും. അത് നിങ്ങൾക്ക് തന്നെയാ നാണക്കേട്. കുഴപ്പമില്ലല്ലോ. കൊടുക്ക്, നല്ലോണം കൊടുക്ക്. അങ്ങനെങ്കിലും കുറച്ച് ബുദ്ധി വരട്ടെ. ഏയ്, ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? എന്നെ പറ്റി സംസാരിച്ചാൽ ഞാൻ ചോദിക്കും. എന്നെ പറ്റി സംസാരിക്കാനുള്ള അർഹത ആർക്കും ഇല്ല. ദേ നോക്ക്, നീ എന്റെ കടയിൽ ജോലി ചെയ്യുന്നത് പോലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിന്നെ എങ്ങനെ അവിടുന്ന് പുറത്താക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കാ ഞാൻ. അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ നിന്റെ അമ്മയെ കൂട്ടുപിടിച്ച് സെന്റിമെന്റൽ ഡ്രാമയെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറാന്ന് നീ കരുതുന്നുണ്ടോ? അതൊന്നും നടക്കുന്ന നീ വിചാരിക്കണ്ട. ആഹാ, കൊള്ളാലോ. ഞാൻ വിചാരിക്കാത്തതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നേ. ഇത് നോക്ക്, ആ കടയും നിങ്ങളുടേതല്ല, ഈ നാട് നിങ്ങളുടേതല്ല. ആരെവിടെയാ നിൽക്കേണ്ടത് ആ ദൈവം തീരുമാനിക്കട്ടെ. അല്ല, ഞാൻ അറിയാതെ ചോദിക്കുക. ആരും വേണ്ടാന്ന് വെച്ച് ഞാൻ തന്നെ ജീവിക്കുകയല്ലേ? വീണ്ടും വന്ന് എന്തിനാ എന്നോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ? എടി, ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? നീ ആ എവിടുന്നോ കെട്ടിയെടുത്ത് ഈ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ. എടാ, എന്തുവാടത്? ഞാനെന്താ നിങ്ങളുടെ മുറ്റത്ത് വന്ന് നിന്നോ? നിങ്ങളുടെ ഭർത്താവാ എന്റെ മുറ്റത്ത് വന്ന് നിന്ന് അമ്മയെ വാ വാ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നെ. ഇതാദ്യത്തെ തവണയല്ല, മൂന്നാമത്തെ തവണ നിങ്ങൾ എല്ലാരും വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇതിനൊക്കെ കാരണക്കാരി ആരാ? ഇവളിങ്ങനെയൊക്കെ സംസാരിക്കണല്ലേ, അതിന് മുഴുവൻ കൂട്ടു നിൽക്കുന്നത് ദേ നിൽക്കുന്നില്ലേ നിങ്ങളുടെ അമ്മ തന്നെയാ, വേറെ ആരുമല്ല. ഇങ്ങനത്തെ ഒരു അമ്മയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത് ഇവരെ ഉപേക്ഷിക്കുന്ന കരുതിയതാ. എന്നെ ബഹുമാനിക്കാത്തവരോട് എന്നെ അടിച്ചെന്ന് ഒതുക്കിയെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കള്ളക്കഥകളാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് തരുന്ന പെൻഷൻ കാശിന് വേണ്ടിയിട്ട് വായും പൊളിച്ച് ഓച്ചടിച്ച് നിക്ക നിങ്ങള്. ഞാൻ അതിനൊന്നുമല്ല വന്നത്. മതി, നിർത്ത്. കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. അയ്യോ ലാവണ്യ, ദയവ് ചെയ്തും നാണം കെടുത്തല്ലേ. ഞാൻ അതിനു വേണ്ടിയല്ല വന്നത്, അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. ഇനി അഥവാ നിങ്ങളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തന്നെ എന്റെ വീട്ടില് നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. എന്താ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ തന്നെ പറയും ഞാൻ. അത് എന്റെ സ്വന്തം വീടാ. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ലോൺ എടുത്ത് മാസാമാസം EMI അടച്ചുകൊണ്ടിരിക്കുക. വെറുതെ കണ്ണി കണ്ടവർക്കൊന്നും ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല.